ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലും കോളേജിലും പോകുന്ന ബോയ്സ് ആയാലും ശരി, അല്ല വർക്കിലൊക്കെ പോകുന്ന ബോയ്സ് ആയാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫിസിക്കലി അട്രാക്റ്റീവായി ഇരിക്കുക എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് നമ്മളെപ്പറ്റി ഉണ്ടാകുന്ന ഇംപ്രഷൻ എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും, നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസും അതുപോലെ നമ്മൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ വർദ്ധിപ്പിക്കാനായി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിൽ ഫിസിക്കലി അട്രാക്റ്റീവായി ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അട്രാക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കീപ് യുവർ സ്കിൻ ക്ലീൻ എന്നുള്ളതാണ്. എസ്പെഷ്യലി യുവർ ഫേസ് സ്കിൻ. നമ്മുടെ ഫേസ് ആണ് ഏതൊരു വ്യക്തിയും ആദ്യം നമ്മളെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൻ്റെ സ്കിന്ന് പലപ്പോഴും നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരുപാടധികം പിമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ഫേസ് ആണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും ഓയിലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ സ്കിന്നായിരിക്കും നമ്മുടേത് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഓയിൽ കൺട്രോൾ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഫേസ് വളരെയധികം ഡള്ളായിരിക്കാനും അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പിമ്പിൾസ് ഒരുപാടധികം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇതിന് അനുസരിച്ചുള്ള നല്ല സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള പിമ്പിൾസും അതുപോലെ ഫേഷ്യൽ ആക്നെയും ഒക്കെ കുറച്ച് കൊണ്ടുവരാനായി സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ ഫേസിൻ്റെ ഒരു ആകെ മൊത്തത്തിലുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ ഡള്ളായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു വളരെ ഡൾ ഫേസാണ് നമുക്ക് ഉള്ളത് എന്ന് ആളുകൾക്ക് തോന്നാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഡൾനെസ് ഒഴിവാക്കാനായി നമ്മൾ ദിവസവും 2 നേരമെങ്കിലും പ്രോപ്പർലി ഫേസ് വാഷ് ചെയ്യുക. അതുപോലെ ഫേസ് കെയർ റുട്ടീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്യുക. പ്രത്യേകിച്ച് അലർജിക് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതെ ആണ് നമുക്ക് ഈ പിമ്പിൾസ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ഫേസ് കെയർ അല്ലെങ്കിൽ ഫേസ് കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള പിമ്പിൾസും അതുപോലെയുള്ള പ്രശ്നങ്ങളുമെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായി സാധിക്കും. ഫേസിലുള്ള ഡൾനെസ് ഒക്കെ മാറി ഫേസ് കുറച്ചുകൂടി ഗ്ലോ ആവാനായിട്ട് തുടങ്ങും. മാത്രമല്ല, നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സ്മൈല് നമ്മുടെ ഫേസിൽ ക്യാരി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നല്ലൊരു സ്മൈല് ക്യാരി ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫേസിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുകയും മാത്രമല്ല അതൊരു സൈക്കോളജിക്കലി ആൾക്കാരുമായിട്ട് കൂടുതൽ ബൗണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വെയർ സ്പെക്സ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ ആളുകൾ സംസാരിക്കുന്ന സമയത്തായാലും നമുക്ക് വലിയ മെച്യൂരിറ്റി ഒന്നുമില്ല എന്ന് കരുതുകയോ അല്ല എങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിനെ വളരെയധികം ലൈറ്റായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതേസമയം നമ്മളൊരു സ്പെക്സ് ധരിച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി മെച്യൂർഡ് ആണെന്നും നമ്മൾ കുറച്ചുകൂടി പറയുന്ന കാര്യങ്ങൾ സെൻസിബിളായിട്ട് പറയുന്ന ആൾക്കാരാണെന്നും ഒക്കെയുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് അധികം വില അവർ കൽപ്പിക്കുകയും ചെയ്യും. ഇതൊരു സൈക്കോളജിക്കൽ മിത്താണ് എന്ന് കരുതണ്ട. പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ പോലും സംസാരിക്കുന്ന സമയത്ത് സ്പെക്സ് ധരിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചധികം പരിഗണന നൽകാറുണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് സ്പെക്സ് ധരിക്കുന്നത്. മാത്രമല്ല, സ്പെക്സ് ധരിക്കുന്നത് ഫിസിക്കലിയും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫേസിന് കുറച്ചുകൂടി ഒരു ബോൾഡ് ആൻഡ് മെച്ചോർഡ് ലുക്ക് നൽകാനായിട്ട് ഇത്തരത്തിൽ സ്പെക്സ് ധരിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും കൂടുതൽ സെൻസിബിലിറ്റി വരും എന്നാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. സ്പെക്സ് ധരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സെൻസിബിലിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളൊരു തോന്നൽ കൂടി മറ്റുള്ള ആളുകളിൽ ജനിപ്പിക്കാൻ ഇത് സഹായിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ടിപ്പാണ്. എക്സസൈസ് ആൻഡ് വർക്കൗട്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ബോയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് അതുപോലെ വർക്കൗട്ട് എന്നൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി മെൻ്റലിയും ഒക്കെ സ്ട്രോങ് ആക്കാനും കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത്. എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമല്ല, അത്രയും ഇൻറ്റൻസ് മസിൽ വർക്കൗട്ട് മാത്രം വർക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട, മറിച്ച് നമ്മൾ റണ്ണിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വിമ്മിങ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വർക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം സ്പോർട്സ് ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും നമുക്ക് വർക്കൗട്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സസൈസ് എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയും അതുപോലെ മൈൻഡും അതുപോലെ നമ്മുടെ ഇമോഷൻസും ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും അത് നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുകയും ചെയ്യും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. വാസ്തവത്തിൽ ആരാണ് ഈ രാജ്യത്തിൽ സമ്പന്നർ? നമ്മൾ ഈ സമ്പന്നർ എന്ന് വിളിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സമ്പന്നരായത്?
അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകൾ എങ്ങനെയായിരുന്നു, സമ്പന്നരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പന്നനാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളാണ് ദ മില്യനെയർ നെക്സ്റ്റ് ഡോർ എന്ന പുസ്തകത്തിൽ വിശദമായി വിവരിക്കുന്നത്. ഞാൻ ഇന്നലെ സ്ഥിരം ചെയ്യുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഓരോ ബുക്സ് സെർച്ച് ചെയ്യായിരുന്നു. എനിക്ക് ഹിന്ദിയും മലയാളവും തമിഴും എല്ലാ പുസ്തകങ്ങളും ആവശ്യമുണ്ടായിരുന്നു. അതിനിടയിൽ എന്റെ കയ്യിൽ കിട്ടിയ ഒരു അത്ഭുതകരമായ പുസ്തകമായിരുന്നു ദ മില്യനെയർ നെക്സ്റ്റ് ഡോർ എന്ന മലയാളം ഓഡിയോ ബുക്ക് സമ്മറി. ഞാൻ പറഞ്ഞു വരുന്നത് കുക്കു FM കുറിച്ചാണ്. ഇതുപോലെയുള്ള അനവധി ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസിന്റെ പ്ലാറ്റ്ഫോമാണ് കുക്കു FM. എന്നാൽ ഇത് എങ്ങനെയാണ് നിങ്ങൾ ആക്സസ് ചെയ്യുക? കുക്കു FM നിങ്ങൾക്കൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഓഫർ നൽകുകയാണ്. അതായത് 50% ഡിസ്കൗണ്ട് ആണ്. 49 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഈ പറഞ്ഞ ഓഡിയോ ബുക്സിന്റെ എല്ലാം അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇത് നേടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുക്കു FMന്റെ മെമ്പർഷിപ്പ് എടുക്കുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. മാത്രമല്ല ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് ഇതിന്റെ ഹോം പേജ് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിനുശേഷം ഒരു 1 മന്ത് മെമ്പർഷിപ്പ് എടുക്കൂ. തിരിച്ച് വീഡിയോയിലേക്ക് വരൂ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കീപ് യുവർ ഹെയർ പ്രോപ്പർ ആൻഡ് ഹെൽത്തി എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ഒരു ഹെയർ തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു ശതമാനം ബോയ്സും അവരുടെ ഹെയറിനെ പറ്റിയും അവരുടെ ഹെയർ കെയറിനെ പറ്റിയും ഒക്കെ വളരെയധികം കൺസേൺഡ് ആണെന്നുമുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ പോലും നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഹെയറിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ഡയറ്റ് ഉൾക്കൊള്ളിക്കുന്നതിലൂടെ അത്തരത്തിൽ ഹെയറിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നല്ല രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാനായി സാധിക്കും. അത് തീർച്ചയായിട്ടും ഹെയറിനെ കൂടുതൽ തിക്കറാക്കുകയും ഹെയർ ഗ്രോത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു ഹെയർ കെയർ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഹെയർ കെയർ റുട്ടീൻ നമ്മൾ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് നല്ല രീതിയിൽ ഓയിൽ ചെയ്ത് ഹെയറിനെ ക്ലീൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹെയറിൻ്റെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കാരണം ഒരുപാടധികം ഹെയർ ഫോൾസും ഒരുപാട് പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നല്ലൊരു ഹെയർ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹെയറിന് നല്ല രീതിയിലുള്ള പ്രോപ്പർ കെയർ ആൻഡ് ഹെൽത്തി മെയിൻ്റനൻസ് നൽകേണ്ടത് നമ്മളെ ഫിസിക്കലി അട്രാക്റ്റീവ് ആക്കാൻ കൂടുതൽ സഹായിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബി ഇൻ്റലിജൻ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസും അതുപോലെ നമ്മുടെ ബോഡിയും ഹെയറും മാത്രമാണ് എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ അത് മാത്രം മതിയാവില്ല. വളരെ ഹെൽത്തി, സെയിൻ, സെൻസിബിൾ, അട്രാക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ്നെസ് ആകെ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ വളരെയധികം സെൻസിബിൾ, അട്രാക്റ്റീവ്, പ്രൊഡക്റ്റീവ് മൈൻഡ് കൾട്ടിവേറ്റ് ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻ്റലിജൻസിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ ഇൻ്റലിജൻസ് അതുപോലെ വിസ്ഡം ഒക്കെ വർദ്ധിപ്പിക്കാനായി സഹായകമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. നമുക്ക് ആരിൽ നിന്നുമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമോ അവയെല്ലാം തന്നെ പഠിച്ചെടുക്കാനുള്ള ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഠനം എന്ന് പറയുന്നത് അത്തരത്തിൽ സ്കൂളിലും കോളേജിലും മാത്രമായി ഒതുക്കുന്നതിന് പകരം പുതിയ പുതിയ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമോ അവയെല്ലാം തന്നെ പഠിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ് ഫോർ നോളജ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കുകയും അത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയും ദെയർബൈ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള, വളരെയധികം അത്ലറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഹെയറോ ഫേസോ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ അട്രാക്റ്റീവ് ആവുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് മാത്രം പോരാ ഇന്നത്തെ ഈ ലോകത്ത്, ഇന്നത്തെ ഈ സമൂഹത്തിൽ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സോഷ്യലി ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനായി സഹായകമായിട്ടുള്ള ഒരുപാടധികം യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വളരെയധികം നോളജബിൾ ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ, നല്ല നല്ല പോഡ്കാസ്റ്റുകൾ, വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരുപാടധികം ഗാരി വി പോലുള്ള ചാനൽസിൻ്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള കോണ്ടൻ്റ് ഒക്കെ കൺസ്യൂം ചെയ്ത് നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ വിസ്ഡവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ ഓവറോൾ അട്രാക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ടിപ്സ് എല്ലാം തന്നെ നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുകയും ആളുകൾക്കിടയിൽ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ നമ്മുടെ അട്രാക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സ് എല്ലാം തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.